നമസ്കാരം. അസ്സലാമലൈക്കും. കേരളത്തിലെ ആദ്യത്തെ AI പോഡ്കാസ്റ്റായ നേർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫാത്തിമ. ഇത് നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പേരന്റിംഗ് ഇൻ ദ ഡിജിറ്റൽ ഏജ്, അതായത് ഡിജിറ്റൽ ലോകത്തെ രക്ഷാകർതൃത്വം. ഇന്നത്തെ കാലത്ത് പേരൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണിത്, അല്ലേ? ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഒക്കെയുണ്ട് ഈ വിഷയത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പ്രൊഫസർ ജാക്സൺ നെസ്സിയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റും ഗവേഷകനുമാണ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും വളർച്ച, പിന്നെ ഈ ടെക്നോളജി ഉപയോഗം, മാനസികാരോഗ്യം, ഇതിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശ്രദ്ധ. USA ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ടെക്നോളജിയും ഒക്കെ യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിലാണ് അദ്ദേഹത്തിന്റെ റീസർച്ച് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഫസർ, ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നാലോ? പാരന്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ പേരൻസിന്? ഈ പുതിയ സ്റ്റഡീസ്, സോഷ്യൽ മീഡിയ ടിപ്സ്, ഇതിൽ നിന്നൊക്കെ ശരിയായ കാര്യങ്ങൾ എങ്ങനെ തെരഞ്ഞെടുക്കും? താങ്ക് യു ഫോർ ഹാവിംഗ് മീ. തീർച്ചയായും വിവരങ്ങൾ ഒരുപാട് കിട്ടുന്നത് അത് നല്ല കാര്യമാണെങ്കിലും ചിലപ്പോൾ അത് പാരൻസിനെ വല്ലാതെ ഒരു ഭാരപ്പെടുത്തും. എവിടെ തുടങ്ങണം, ഏതാണ് വിശ്വസിക്കേണ്ടത്, നമ്മുടെ കുട്ടിക്ക് ഏതാണ് ചേരുന്നത്, അങ്ങനൊരു സംശയം വരാം. ഞാനതിനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതുമായിട്ട് അങ്ങനെയാണ് താരതമ്യം ചെയ്യാറ്. ഒരുപാട് കാര്യങ്ങൾ ഓർത്തുവെക്കണം, അല്ലേ? മരുന്ന്, കഴിപ്പാട്ടം, സ്നാക്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഉടുപ്പുകൾ, അങ്ങനെ പലതും. പക്ഷെ അവസാനം നോക്കുമ്പോൾ എന്താണ് ഏറ്റവും അത്യാവശ്യം? കുട്ടികൾക്ക് സേഫായിരിക്കാൻ ഒരിടം, കഴിക്കാൻ ഫുഡ്. അതുപോലെ പാരന്റിങ്ങിലും ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അവയിൽ ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുവിധം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പോൾ എന്താണ് ഈ പേരന്റിങ്ങിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം? പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്നുള്ള പ്രധാന കണ്ടെത്തൽ എന്താ? ഒരുപാട് വർഷത്തെ റിസർച്ച്, അതെല്ലാം കൂടി ചുരുക്കിയാൽ നമ്മളൊരു പ്രധാന ആശയത്തിലേക്കെത്തും. അതാണ് ഓഥോറിറ്റേറ്റീവ് പാരന്റിംഗ്. മലയാളത്തിൽ ഇതിന് ഒരു അധികാരി എന്നതിനേക്കാൾ ഒരു ആധികാരിക രക്ഷാകർതൃത്വം എന്ന് പറയാം. ഇതാണ് പാരന്റിങ്ങിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ, അടിസ്ഥാനശില. ഇതിന് 2 പ്രധാനപ്പെട്ട പില്ലേഴ്സുണ്ട്, തൂണുകൾ. ഒന്ന് വാംത്, അതായത് ഊഷ്മളത അല്ലെങ്കിൽ വാത്സല്യം. 2 സ്ട്രക്ചർ, അതായത് ഒരു ഘടന അല്ലെങ്കിൽ ഒരു ചിട്ട. ഊഷ്മളതയും ഘടനയും, അത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? വാംത് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? വാംത് എന്ന് വെച്ചാൽ കുട്ടികളോടുള്ള സ്നേഹപ്രകടനം. അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് എൻജോയ് ചെയ്യുക, അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും നൽകുക, അവരെ കാര്യമായിട്ട് പരിഗണിക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുക. ചിലപ്പോൾ ഒരു കുട്ടിയുമായി തമാശകൾ പറഞ്ഞ് അവരുമായി കളികളിൽ ഏർപ്പെട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. അത് കൊള്ളാം. അപ്പോ സ്ട്രക്ചർ, ഘടന, അത് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണോ? അതെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വ്യക്തമായ റൂൾസ്, അതിർവരമ്പുകൾ വയ്ക്കുക, കുട്ടികളെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ വയ്ക്കുക, പെരുമാറ്റങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത പുലർത്തുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യുക്തിസഹമായ കോൺസിക്വൻസസ്, അതായത് അനന്തരഫലങ്ങളുണ്ടാവുക. ഇതൊക്കെയാണ്. ഉദാഹരണത്തിന്, TV കണ്ടതിന് ശേഷം റിമോട്ട് ഇവിടെ വെക്കണം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്. അത് ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ TV കാണുന്ന സമയത്തിൽ ചെറിയൊരു കുറവ് വരുത്തുന്നത് ഒരു കോൺസിക്വൻസാണ്. നിയമങ്ങൾ സ്ഥിരതയോടെ നടപ്പിലാക്കുന്നതിലാണ് കാര്യം. അപ്പോ ഈ ഊഷ്മളതയും ഘടനയും തമ്മിലുള്ള ഒരു ബാലൻസ്, അതാണ് പ്രധാനം, അല്ലേ? ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തും ഈ ആശയം റെലവന്റ് ആണോ? തീർച്ചയായും. ആ ബാലൻസ് കണ്ടെത്തുക എന്നതാണ് പാരന്റിങ്ങിന്റെ കാതൽ. ഡിജിറ്റൽ ലോകത്തും ഇത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, സ്ക്രീൻ ടൈം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ദേഷ്യമോ സങ്കടമോ വരാം. ആ വികാരത്തെ നമ്മൾ അംഗീകരിക്കുന്നു. നിനക്ക് സങ്കടമായി എന്നെനിക്കറിയാം, അത് വാംത്. പക്ഷേ അതേസമയം നമ്മൾ വെച്ച നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നു. സമയം കഴിഞ്ഞു, ഇനി ഫോൺ തരണം, അത് സ്ട്രക്ചർ. ഡോക്ടർ ബെക്കി എന്നൊരു പാരന്റിംഗ് എക്സ്പേർട്ട് ഇതിനൊരു നല്ല ഉപമ പറയാറുണ്ട്. പാരന്റിംഗ് ഒരു വിമാനം പറപ്പിക്കുന്നത് പോലെയാണ്. കുട്ടികൾ യാത്രക്കാരും. യാത്രക്കിടയിൽ ടർബുലൻസ് ഉണ്ടായാൽ പൈലറ്റ് പേടിക്കുകയോ യാത്രക്കാരെ അവഗണിക്കുകയോ അല്ല ചെയ്യുന്നത്. പൈലറ്റ് അവരുടെ പേടി മനസ്സിലാക്കും. കുലുങ്ങുമ്പോൾ പേടിയാവും, അല്ലേ? അത് വാംത്.
പക്ഷെ അതേസമയം നിയന്ത്രണം ഏറ്റെടുത്ത് എല്ലാവരെയും സേഫായി ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് ഉറപ്പു നൽകും. പേടിക്കേണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് സ്ട്രക്ചർ. വളരെ നല്ലൊരു താരതമ്യം. അപ്പോ ഈ ഓഥോറിറ്റേറ്റീവ് പാരന്റിംഗ് ആണ് അടിസ്ഥാനം. ഇതിനോട് ചേർത്ത് കേൾക്കുന്ന ഒന്നാണല്ലോ എവിഡൻസ് ബേസ്ഡ് പാരന്റിംഗ്. അതെന്താണ്? ഗവേഷണങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഒന്നാണോ അത്? എവിഡൻസ് ബേസ്ഡ് പാരന്റിംഗ് അല്ലെങ്കിൽ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള രക്ഷാകർതൃത്വം, അത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ഇതൊരു 3 കാലുള്ള സ്റ്റൂൾ പോലെയാണെന്ന് പറയാം. സ്റ്റൂൾ നേരെ നിൽക്കാൻ 3 കാലും വേണ്ടേ? ഒന്നാമത്തെ കാൽ ഏറ്റവും മികച്ച റീസർച്ച് എവിഡൻസ്, പഠനങ്ങൾ എന്തു പറയുന്നു എന്നത്. രണ്ടാമത്തെ കാൽ പേരൻസ് എന്ന നിലയിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസ്, വാല്യൂസ്, എക്സ്പീരിയൻസസ്, അതായത് നിങ്ങളുടെ വൈദഗ്ധ്യം, മൂല്യങ്ങൾ, അനുഭവങ്ങൾ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെയും സാഹചര്യങ്ങളെയും നന്നായി അറിയാം. മൂന്നാമത്തെ കാൽ നിങ്ങളുടെ കുട്ടിയുടെ തനതായ സ്വഭാവങ്ങൾ, സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ, ചൈൽഡ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നീഡ്സ്. ഓരോ കുട്ടിയും ഡിഫറൻ്റ് ആണ്. അപ്പോ റീസർച്ച് മാത്രം പോരാ, നമ്മുടെ അനുഭവവും കുട്ടിയുടെ സ്വഭാവവും പ്രധാനമാണ് എന്നാണോ? അതെ, അത് വളരെ പ്രധാനമാണ്. റിസർച്ച് പൊതുവെ ഒരു ആവറേജിനെക്കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് സ്ക്രീൻ ടൈം, അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. ദിവസം എത്ര മണിക്കൂർ ആകാം എന്നൊക്കെ. എന്നാൽ ഒരു പ്രത്യേക ദിവസം വൈകുന്നേരം നിങ്ങളുടെ കുട്ടിക്കൊരു കാർട്ടൂൺ കാണിക്കാമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ ആ ജനറൽ റീസർച്ച് റിപ്പോർട്ട് മാത്രം നോക്കിയാൽ പോരാ. നിങ്ങളുടെ കുട്ടിയുടെ അന്നത്തെ മൂഡ്, വീട്ടിലെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫാമിലി റൂൾസ്, ഇതൊക്കെ കൺസിഡർ ചെയ്യണം. അതാണ് ആ സ്റ്റൂളിൻ്റെ മറ്റു 2 കാലുകൾ. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊന്ന് ട്രയൽ ആൻഡ് എറർ നോക്കേണ്ടി വരും. എൻ്റെ അനുഭവത്തിൽ കുട്ടികൾക്ക് അസുഖം വരുമ്പോഴൊക്കെ ചിലപ്പോൾ റീസർച്ചിൽ പറയുന്നതിനപ്പുറം നമ്മുടെ ഒരു തോന്നലിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ശരിയാണ്. റിസർച്ച് ഒരു ഗൈഡാണ്, അല്ലാതെ അന്ധമായി ഫോളോ ചെയ്യേണ്ട ഒന്നല്ല. ഈ സന്ദർഭത്തില് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം, ഈ വാക്കിന് പലപ്പോഴും ശിക്ഷ എന്നൊരർത്ഥം വരാറുണ്ട്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ, കോൺസിക്വൻസസ് ഒക്കെ ഇതിന്റെ ഭാഗമാണോ? തീർച്ചയായും. ഡിസിപ്ലിൻ എന്ന വാക്കിന് ശരിക്കും ശിക്ഷ എന്നതിനേക്കാൾ വലിയൊരർത്ഥമുണ്ട്. കുട്ടികളെ നല്ല പെരുമാറ്റങ്ങൾ പഠിപ്പിക്കാനും സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു സിസ്റ്റമാണ് ഡിസിപ്ലിൻ. ഇതിന്റെ അടിസ്ഥാനവും നേരത്തെ പറഞ്ഞ വാർംത്ത്, സ്ട്രക്ചർ, പിന്നെ കോൺസിക്വൻസസ്, ഈ 3ഉമാണ്. ഊഷ്മളതയും ഘടനയും ഒരു യാത്രയിലെ ഫ്യൂവലും മാപ്പും പോലെയാണ്. ഇവ രണ്ടുമില്ലാതെ കോൺസിക്വൻസസ് മാത്രം കൊണ്ട് കാര്യമില്ല. ഈ കോൺസിക്വൻസസ് എങ്ങനെയാണ് പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത്? ഇത് ഓപ്പറന്റ് കണ്ടീഷനിംഗ് എന്ന സൈക്കോളജി തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു പെരുമാറ്റത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനനുസരിച്ച് ആ പെരുമാറ്റം കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. 4 തരം കോൺസിക്വൻസസ് ഉണ്ട്. നമുക്ക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നോക്കാം. 1. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നല്ല പെരുമാറ്റത്തിന് നല്ലത് നൽകൽ. പറഞ്ഞ സമയത്ത് വഴക്കുണ്ടാക്കാതെ കുട്ടി ഫോൺ തിരികെ തന്നാൽ അവർ പ്രൈസ് ചെയ്യുക. സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ തന്നല്ലോ, മിടുക്കൻ, മിടുക്കി. ഈ പ്രശംസ ആ നല്ല പെരുമാറ്റം റിപ്പീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഓക്കെ. 2. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു മോശം അവസ്ഥ ഒഴിവാക്കൽ. ഓൺലൈനിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയത് കുട്ടി പേടിയോടെയാണെങ്കിലും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, സാധാരണ വഴക്ക് പറയുന്നതിനു പകരം സമാധാനപരമായി കേൾക്കുക. സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വഴക്ക് പറയുന്നില്ല, നമുക്ക് ഒരുമിച്ചിതിനൊരു സൊല്യൂഷൻ കാണാം. ഇത് ഓണസ്റ്റി പ്രോത്സാഹിപ്പിക്കും. 3. പോസിറ്റീവ് പണിഷ്മെന്റ്. മോശം പെരുമാറ്റത്തിന് ഒരു അനിഷ്ട അനുഭവം നൽകൽ. ഇത് ഫിസിക്കൽ പണിഷ്മെന്റ് അല്ല. ഉദാഹരണത്തിന്, പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ താൽക്കാലികമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് ഒരു പുതിയ റെസ്ട്രിക്ഷൻ വയ്ക്കുക. ഇനി ഒരാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്നെ കാണിക്കണം. ശരി. 4. നെഗറ്റീവ് പണിഷ്മെന്റ്. നല്ലതൊന്ന് എടുത്തുമാറ്റൽ. സ്ക്രീൻ ടൈം റൂൾ തെറ്റിച്ചാൽ കുറച്ചു നേരത്തേക്കോ അല്ലെങ്കിൽ ആ ദിവസത്തേക്കോ ഫോൺ, ടാബ്ലറ്റ് തിരികെ വാങ്ങിവെക്കുക. ഇത് വ്യക്തമാണ്. എന്നാൽ പേരൻസിന് ഇതിൽ സാധാരണയായി എവിടെയാണ് തെറ്റുപറ്റാറ്? ഒരു പ്രധാന കാര്യം, നമ്മൾ കൊടുക്കുന്ന അറ്റൻഷൻ. അത് വഴക്കാണെങ്കിൽ പോലും ചിലപ്പോൾ കുട്ടികൾക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റായി മാറിയേക്കാം. അവരാഗ്രഹിക്കുന്നത് നമ്മുടെ ശ്രദ്ധയാണ്. അത് എങ്ങനെ കിട്ടിയാലും അവർക്ക് പ്രശ്നമില്ല. മറ്റൊന്ന്, കുട്ടി വാശി പിടിച്ച് കരയുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ നമ്മൾ അവസാനം അവർ പറയുന്നതിന് വഴങ്ങിക്കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, ഫോൺ തിരികെ കൊടുക്കുന്നത്. ഇത് ആ മോശം പെരുമാറ്റത്തെ, കരച്ചിലിനെ, വാശിയെ
വീണ്ടും ചെയ്യാൻ എൻകറേജ് ചെയ്യുകയാണ്. അപ്പോ ഈ ശ്രദ്ധ കിട്ടാതെ വരുമ്പോ അല്ലെങ്കിൽ വാശിക്ക് വഴങ്ങാതെ വരുമ്പോ കുട്ടികൾ കൂടുതൽ മോശമായി പെരുമാറില്ലേ? സാധ്യതയുണ്ട്. അതിനെയാണ് എക്സ്റ്റിങ്ഷൻ ബേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മോശം പെരുമാറ്റത്തിന് മുൻപ് കിട്ടിയിരുന്ന റിവാർഡ്, ഉദാഹരണം കരഞ്ഞാൽ ഫോൺ കിട്ടും, പെട്ടെന്ന് കിട്ടാതാകുമ്പോൾ ആ ബിഹേവിയർ താൽക്കാലികമായി കൂടാൻ സാധ്യതയുണ്ട്. കുട്ടി കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞേക്കാം, കൂടുതൽ വാശി പിടിച്ചേക്കാം. ഇത് കാണുമ്പോൾ നമ്മൾ പേടിച്ചു വീണ്ടും പഴയപടി വഴങ്ങാൻ തോന്നും. പക്ഷെ അവിടെ കൺസിസ്റ്റന്റായി നിന്നാൽ ആ മോശം പെരുമാറ്റം പതിയെ കുറഞ്ഞുവരും. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ മോശം പെരുമാറ്റം കൂടുന്നത് നമ്മുടെ രീതി എഫക്റ്റീവാകുന്നു എന്നതിൻ്റെ ഒരു സൈൻ കൂടിയാകാം. ഇത് പേരൻസ് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്ഥിരത സ്ക്രീൻ ടൈമിന്റെ കാര്യത്തിലും വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. പലരും പറയുന്ന ഒരു പ്രശ്നമാണ് സ്ക്രീൻ ഓഫ് ചെയ്തതിനു ശേഷമുള്ള കുട്ടികളുടെ പൊട്ടിത്തെറികൾ, പോസ്റ്റ് സ്ക്രീൻ ടൈം മെൽറ്റ്ഡൗൺസ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഇഷ്ടമുള്ള ഒരു കാര്യം നിർത്തേണ്ടി വരുന്നതിലുള്ള സ്വാഭാവികമായ പ്രയാസം. സ്ക്രീനുകൾ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പിന്നെ ചിലപ്പോൾ സ്ക്രീൻ ഉപയോഗത്തിന് ശേഷം കുട്ടികളുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, അതായത് ശ്രദ്ധിക്കാനും സ്വയം നിയന്ത്രിക്കാനുമുള്ള കഴിവുകൾ താൽക്കാലികമായി കുറയാം. അപ്പോൾ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. സ്ക്രീനിൽ കണ്ട ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ ഒരു ഗെയിം പകുതിയിൽ നിർത്തേണ്ടി വരുന്നതിലെ ഫ്രസ്ട്രേഷൻ ആവാം. വേണ്ടത്ര ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടാത്തതും സ്ക്രീനിൽ നിന്നുള്ള ഓവർ സ്റ്റിമുലേഷനും കാരണമാകാം. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യാം. കുട്ടി കാണുന്ന മീഡിയയുടെ ടൈപ്പ് മാറ്റി നോക്കാം. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഷോ ആയിരിക്കാം പ്രശ്നം. നിർത്തുന്നതിന് മുൻപ് ഒരു വാർണിംഗ് കൊടുക്കുക. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നിർത്തണം, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ നിർത്താം എന്ന് മുൻകൂട്ടി ഒരു എഗ്രിമെന്റിലെത്തുക. സ്ക്രീൻ ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നോ ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ പുറത്തുപോയി കളിക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാം. ഏറ്റവും പ്രധാനം കൺസിസ്റ്റൻസി, സ്ഥിരത പുലർത്തുക. നിർത്താൻ പറഞ്ഞാൽ നിർത്തുക തന്നെ വേണം, എത്ര കരഞ്ഞാലും. ഓട്ടോപ്ലേ ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊന്നും വർക്കാവുന്നില്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഡോപ്പമിൻ. സ്ക്രീനുകൾ ഡോപ്പമിൻ കൂട്ടുമെന്നും അത് അഡിക്ഷൻ ഉണ്ടാക്കുമെന്നും ഒക്കെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഡോപ്പമിൻ ഒരു പ്ലഷർ കെമിക്കൽ എന്നതിലുപരി നമ്മളെ ഒരു കാര്യം ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും കൂട്ടുകാരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴുമൊക്കെ ഡോപ്പമിൻ റിലീസാവുന്നുണ്ട്. സ്ക്രീനുകളും മറ്റ് എൻജോയബിൾ കാര്യങ്ങൾ പോലെ ഡോപ്പമിൻ റിലീസ് ചെയ്യും. സോഷ്യൽ മീഡിയ പോലുള്ളവ ഇതിനെ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഈ അൺപ്രഡിക്റ്റബിൾ റിവാർഡ്സ്, എപ്പോഴാണ് ലൈക്ക് കിട്ടുക, നോട്ടിഫിക്കേഷൻ വരിക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ വീണ്ടും വീണ്ടും ഫോൺ നോക്കാൻ പ്രേരിപ്പിക്കും. അപ്പോ ഇത് ലഹരി പോലെ ഒരു അഡിക്ഷനാണോ? ഭൂരിഭാഗം കുട്ടികളുടെ കാര്യത്തിലും ആ കമ്പാരിസൺ ശരിയല്ല. ഡ്രഗ്സ് ഡോപ്പമിൻ സിസ്റ്റത്തിൽ ഡയറക്റ്റായും സ്ട്രോങ് ആയും പ്രവർത്തിക്കുമ്പോൾ സ്ക്രീനുകൾ പോലുള്ള ബിഹേവിയറൽ ആക്ടിവിറ്റീസ് അത്ര ഇൻറ്റൻസ് അല്ല. പ്രോബ്ലമാറ്റിക് യൂസ് അല്ലെങ്കിൽ അഡിക്ഷൻ സ്വഭാവം ഒരു ചെറിയ ശതമാനം കുട്ടികളിൽ കണ്ടേക്കാം. പക്ഷെ ഭൂരിഭാഗം പേർക്കും അതല്ല സ്ഥിതി. അതുകൊണ്ട് ഡോപ്പമിനെക്കുറിച്ച് പേടിക്കുന്നതിന് പകരം സ്ക്രീൻ ഉപയോഗത്തിലൊരു മോഡറേഷൻ, ഒരു ബാലൻസ്, അതിൽ ശ്രദ്ധിക്കുന്നതാണ് പ്രധാനം. സ്ക്രീൻ അല്ലാത്ത മറ്റ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുക. ഈ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്നൊക്കെയുള്ള ഐഡിയാസിന് വലിയ സയന്റിഫിക് ബേസിസ് ഒന്നുമില്ല. ശരി. ഇനി ചെറിയ കുട്ടികളുടെ കാര്യം, ഒരു 5 വയസ്സിലെ താഴെയുള്ളവർ. WHO പോലുള്ളവരുടെ ഗൈഡ് ലൈൻസ് വളരെ സ്ട്രിക്റ്റ് ആണല്ലോ. 1-2 വയസ്സുവരെ സ്ക്രീനുകൾ വേണ്ട, വീഡിയോ കോൾ അല്ലാതെ. പിന്നീട് 5 വയസ്സുവരെ 1 മണിക്കൂറിൽ താഴെ മാത്രം എന്നൊക്കെ. പക്ഷേ റിയാലിറ്റി ഇതല്ലല്ലോ. അതേ, ഗൈഡ് ലൈൻസ് അങ്ങനെയാണ്. പക്ഷേ കണക്കുകൾ നോക്കിയാൽ 2-4 വയസ്സുള്ള കുട്ടികൾ പോലും ദിവസവും ശരാശരി 2.5 മണിക്കൂറോളം സ്ക്രീനിന് മുന്നിലിരിക്കുന്നുണ്ട്. ഇവിടെ ആ ടൈം ലിമിറ്റിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്ക്രീൻ ടൈം എന്തിനെയൊക്കെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്നതാണ്. അത്യാവശ്യമായ ഉറക്കം, കളിക്കാനും എക്സസൈസ് ചെയ്യാനുമുള്ള സമയം, പിന്നെ ഏറ്റവും പ്രധാനമായി മനുഷ്യരുമായുള്ള സെർവ് ആൻഡ് റിട്ടേൺ ഇൻട്രാക്ഷൻസ്. സെർവ് ആൻഡ് റിട്ടേൺ. അതെ, കുട്ടിയൊരു വാക്ക് പറയുമ്പോഴോ ഒരു നോട്ടം നോക്കുമ്പോഴോ ഒരു ജെസ്ചർ കാണിക്കുമ്പോഴോ സെർവ്, മുതിർന്നവർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് റിട്ടേൺ. സംസാരത്തിലൂടെ, തലയാട്ടലിലൂടെ, ഒരു ചിരിയിലൂടെയൊക്കെ. ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇത് വളരെ എസൻഷ്യലാണ്. സ്ക്രീൻ സമയം ഇതിനെയൊക്കെയാണ് ഇല്ലാതാക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് സ്ക്രീനിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ? അവിടെയാണ് വീഡിയോ ഡെഫിസിറ്റ് എന്നൊരു പ്രതിഭാസം വരുന്നത്. ഏകദേശം
3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു 2D സ്ക്രീനിൽ നിന്ന് കാര്യമായൊന്നും ലേൺ ചെയ്യാൻ കഴിയില്ല, ഡയറക്റ്റ് ഇൻട്രാക്ഷൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ. കാരണം സ്ക്രീനിന് കുട്ടിയോട് തിരിച്ച് ഇൻട്രാക്ട് ചെയ്യാനോ ഒരു ഒബ്ജക്റ്റ് പല ആംഗിളിൽ നിന്ന് കാണിച്ചു കൊടുക്കാനോ ടച്ച് ചെയ്യാനോ സ്മെൽ ചെയ്യാനുള്ള അനുഭവം നൽകാനോ കഴിയില്ല. എന്നാൽ 3 വയസ്സിന് ശേഷം പേരൻസ് കൂടെയിരുന്ന് കാണുകയും വ്യൂയിങ് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലേണിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുള്ള കണ്ടന്റാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നല്ലത്? കുട്ടികളുടെ പ്രായത്തിനും വളർച്ചയ്ക്കും അനുയോജ്യമായതായിരിക്കണം. ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ്, പേടിപ്പിക്കുന്നതോ വയലൻസ് ഉള്ളതോ ആകരുത്. പൊതുവെ ഒരു 4 കാര്യങ്ങൾ നോക്കാം. ആക്റ്റീവ്, കുട്ടിയെ വെറുതെ വ്യൂവറാക്കാതെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. എൻഗേജിംഗ്, ശ്രദ്ധ പിടിച്ചു നിർത്തുന്നത് എന്നാൽ അഡിക്റ്റീവ് അല്ലാത്തത്. മീനിങ്ഫുൾ, അവരുടെ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോഷ്യലി ഇന്ററാക്റ്റീവ്, കഥാപാത്രങ്ങൾ തമ്മിൽ പോസിറ്റീവായി ഇന്ററാക്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ഡാനിയൽ ടൈഗർ, സെസമി സ്ട്രീറ്റ് പോലുള്ള പരിപാടികൾ ഇതിന് നല്ല എക്സാമ്പിൾസാണ്. ഓക്കെ, ഇനി കൗമാരക്കാരിലേക്ക്, ടീനേജേഴ്സിന് വരാം. അവരുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ മെന്റൽ ആൻഡ് സോഷ്യൽ നീഡ്സ് വ്യത്യസ്തമാണല്ലോ. തീർച്ചയായും. കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് പ്രധാനമായും ചില ആവശ്യങ്ങളുണ്ട്. ഞങ്ങളുടെ സ്റ്റഡീസിലും മറ്റു റിസർച്ചിലും കണ്ടുവരുന്ന ചില കാര്യങ്ങൾ പറയാം. 1. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും സേഫ് ആയ രീതിയിൽ റിസ്കുകൾ എടുക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ്. 2. ജീവിതത്തിന് ഒരു മീനിങ്ങും പർപ്പസും, മീനിങ് ആൻഡ് പർപ്പസ് കണ്ടെത്താൻ സഹായിക്കുക. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ അവസരം നൽകുക. 3. ഡിസിഷൻ മേക്കിങ്ങും ഇമോഷണൽ റെഗുലേഷനും പഠിപ്പിക്കുക. അതായത് തീരുമാനങ്ങൾ എടുക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും. കോപ്പിംഗ് സ്കിൽസ് വളർത്തുക. 4. മുതിർന്നവരിൽ നിന്നുള്ള സപ്പോർട്ട്. പേരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം. നേരത്തെ പറഞ്ഞ വാംത്തും സ്ട്രക്ചറും അവർക്കും ആവശ്യമാണ്. 5. സ്വന്തം വാല്യൂസ്, ഗോൾസ്, ഐഡന്റിറ്റി ഇവയൊക്കെ രൂപപ്പെടുത്താൻ അവസരവും എൻകറേജ്മെന്റും നൽകുക. 6. സമപ്രായക്കാർക്കിടയിൽ റെസ്പെക്റ്റും സോഷ്യൽ സ്റ്റാറ്റസും നേടാൻ ഹെൽത്തിയായ വഴികൾ കാണിച്ചു കൊടുക്കുക. ഈ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. കൗമാരക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയയും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം. 2012 ശേഷം സോഷ്യൽ മീഡിയ ഉപയോഗവും മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളും ഒരുപോലെ കൂടി എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് ചർച്ച നടക്കുന്ന ഒന്നാണ്. 2012 മുതൽ സോഷ്യൽ മീഡിയ യൂസേജും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂയിസൈഡൽ തോട്ട്സ് പോലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നതായിട്ട് ഡേറ്റ കാണിക്കുന്നുണ്ട്. ഇത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ കോറിലേഷൻ കോസേഷൻ ആകണമെന്നില്ല. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗം കൂടുന്നതുകൊണ്ടാണോ മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ കൂടുന്നത്, അതോ മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉള്ളവർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണോ? ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടാവാം. ഫേസ്ബുക്ക് കോളേജുകളിൽ വന്നതിന് ശേഷം സ്റ്റുഡൻസിനെ മെന്റൽ ഹെൽത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച ചില സ്റ്റഡീസ് ഒരു കോസൽ ലിങ്ക് ഉണ്ടാകാമെന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പിക്ചർ അത്ര സിമ്പിളല്ല. ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. നമ്മൾ കാണുന്ന പല ഡേറ്റയും സെൽഫ് റിപ്പോർട്ടഡ് സിംറ്റംസ് ആണ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ല. സൂസൈഡ് റേറ്റ്സ് പോലുള്ളവ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ജെൻഡർ ഡിഫറൻസസ് എല്ലാ പഠനങ്ങളിലും ഒരുപോലെയല്ല കാണുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ മാത്രമല്ലല്ലോ ഈ കാലഘട്ടത്തിൽ മാറിയത്. ഇക്കണോമിക് റിസഷൻസ്, ഇൻഇക്വാലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് കൺസേൺസ്, അങ്ങനെ പല സോഷ്യൽ ഫാക്ടേഴ്സും ഈ ട്രെൻഡിന് കാരണമായിട്ടുണ്ടാവാം. സോഷ്യൽ മീഡിയ എപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ളതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണെന്ന് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്നും പറയാം, അതും ഉണ്ടാവാം. അപ്പോ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സോഷ്യൽ മീഡിയയെ പൂർണ്ണമായി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണോ? സോഷ്യൽ മീഡിയ ഒരു ഫാക്ടർ ആയേക്കാം, പക്ഷേ അത് മാത്രമാണ് കാരണമെന്ന് പറയാൻ കഴിയില്ല. ഇതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ മാത്രം വില്ലനാക്കുന്നതിന് പകരം കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും പരിഗണിച്ച് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത്. അതുപോലെ തന്നെയുള്ള ഒരു കൺസേൺ ആണ് വയലന്റ് വീഡിയോ ഗെയിംസ്. ഇത് കുട്ടികളെ വയലന്റ് ആക്കുമോ? ഇതും വർഷങ്ങളായിട്ട് ഡിബേറ്റ് നടക്കുന്നൊരു ടോപ്പിക്കാണ്. നിലവിലുള്ള റീസർച്ച് പൊതുവെ സജസ്റ്റ് ചെയ്യുന്നത് ഇത്തരം ഗെയിമുകൾ കളിക്കുന്നത് കുട്ടികളിൽ ഷോർട്ട് ടേമിൽ ആഗ്രസീവ് തോട്ട്സ്, ഫീലിംഗ്സ്, ബിഹേവിയേഴ്സ് ഇവ ചെറിയ തോതിൽ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ലോങ് ടേമിൽ സീരിയസ് വയലൻസിലേക്കോ ക്രൈമിലേക്കോ നയിക്കുന്നു എന്നതിന് സ്ട്രോങ് എവിഡൻസ് കുറവാണ്. കുട്ടിയുടെ പേഴ്സണാലിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിയർ ഗ്രൂപ്പ് തുടങ്ങിയ മറ്റു ഫാക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോ ഈ വിഷയത്തിൽ പേരൻസ് എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? റിസർച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം കുട്ടിയെ അറിയുക, അവരുടെ സ്വഭാവം, കൂട്ടുകാരാരൊക്കെയാണെന്നൊക്കെ.
അവർ കളിക്കുന്ന ഗെയിമിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ റേറ്റിംഗ് നോക്കുക, പറ്റുമെങ്കിൽ കൂടെ ഇരുന്ന് കാണുകയോ കളിക്കുകയോ ചെയ്യുക. അവരുമായി ഓപ്പണായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ വാല്യൂസ്, കൺസേൺസ് ഒക്കെ പറയുക. റൂൾസ് വെക്കുമ്പോൾ അവരുടെ ഒപ്പീനിയൻ കൂടി കേൾക്കുക. ഒരു ഫ്ലെക്സിബിൾ അപ്രോച്ച് സ്വീകരിക്കുക. പിന്നെ പല ടീനേജേഴ്സിനും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്, വീഡിയോ ഗെയിമുകൾ ഫ്രണ്ട്സുമായി കണക്ട് ചെയ്യാനുള്ളൊരു പ്രധാന സോഷ്യൽ സ്പേസ് കൂടിയാണ് എന്നത് ഓർക്കണം. ശരി, ഇതൊക്കെയാണ് പ്രധാന ചാലഞ്ചസ്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ സൊല്യൂഷൻസിലേക്ക് വന്നാൽ, പാരന്റൽ കൺട്രോൾസ് ഇത് എത്രത്തോളം ഇഫക്റ്റീവാണ്? പേരന്റൽ കൺട്രോൾസ് ഒരു ഗേറ്റ് പോലെയാണ്, മതിലല്ല. അതായത് അവ ഒരു പരിധിവരെ യൂസ്ഫുൾ ആണ്. കുട്ടികൾ കാണുന്ന കണ്ടന്റ് നിയന്ത്രിക്കാനും ടൈം ലിമിറ്റ് ചെയ്യാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ഫുൾ പ്രൂഫ് അല്ല. കുട്ടികൾ പലപ്പോഴും ഇതിന് വർക്ക് അറൗണ്ട്സ് കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം കുട്ടികളുമായിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. എന്തിനാണ് ഈ കൺട്രോൾസ് വെക്കുന്നതെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക, അവരുടെ അഭിപ്രായം കേൾക്കുക, പ്രായത്തിനനുസരിച്ച് കൺട്രോൾസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇന്ന് ഇൻസ്റ്റഗ്രാം സൂപ്പർവിഷൻ, ടിക്ടോക്ക് ഫാമിലി പെയറിംഗ്, ഗൂഗിൾ ഫാമിലി ലിങ്ക്, ആപ്പിൾ സ്ക്രീൻ ടൈം പോലെ ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ്. ഇതുകൂടാതെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റു സ്കിൽസ് എന്തൊക്കെയാണ്? ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡാണ്, കൃതജ്ഞത. മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന സഹായങ്ങളെയും നല്ല കാര്യങ്ങളെയും റെക്കഗ്നൈസ് ചെയ്യാനും അതിന് നന്ദി പറയാനുള്ള കഴിവ്. ഇത് കുട്ടികളെ നല്ല മനുഷ്യരായി വളരാൻ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പടിപടിയായി ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അവെയറാവുക, അവെയർനെസ്. അത് ചെയ്ത ആളുടെ കൈൻഡ്നസ് തിരിച്ചറിയുക, മീനിങ്, അത് എക്സ്പ്രസ് ചെയ്യുക, എക്സ്പ്രഷൻ. പേരൻസിന് കുട്ടികളിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വളർത്താൻ എങ്ങനെ സഹായിക്കാനാകും? പ്രധാനമായും 3 വഴികളുണ്ട്. ഒന്ന്, നിഷ് സെലക്ഷൻ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പ്സിലോ ആക്ടിവിറ്റീസിലോ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. ഉദാഹരണത്തിന് ചാരിറ്റി വർക്ക്, വോളണ്ടിയർ ക്ലബ്ബുകൾ. 2, കൺവേഴ്സേഷൻസ്. അവർ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനുള്ള അവസരം മിസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്ത് തോന്നി? അവരെന്തിനായിരിക്കും അത് തന്നത്? ഫീലിംഗ്സ് വാലിഡേറ്റ് ചെയ്യുക, ബ്ലെയിം ചെയ്യരുത്. 3, മോഡലിംഗ്. നമ്മൾ പാരൻസ് മറ്റുള്ളവരോട് താങ്ക്സ് പറയുന്നതും ചെറിയ കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും കുട്ടികൾ കാണട്ടെ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ പേരന്റിംഗ് എന്നത് എപ്പോഴും സ്ട്രെസ് നിറഞ്ഞ ഒന്നാണല്ലോ. പാരന്റൽ ഗിൽറ്റ് അഥവാ രക്ഷാകർതൃത്വത്തിലെ കുറ്റബോധം, പ്രത്യേകിച്ച് വർക്കിംഗ് പേരന്റ്സിന് സാധാരണമാണ്. ഇതിനെ എങ്ങനെ നേരിടാം? അവിടെ CBTയുടെ, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, വികാരങ്ങൾ, ഫീലിംഗ്സ്, പെരുമാറ്റങ്ങൾ, ബിഹേവിയേഴ്സ്, ഇവ 3ഉം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടി പരിഭവിക്കുന്നത് കാണുമ്പോൾ ഒരു ചിന്ത വരാം, ഞാനൊരു നല്ല അമ്മയച്ചനല്ല. ചിന്ത. ഇത് ഉടനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കും, ഗിൽറ്റ്, വികാരം. ഇത് ചിലപ്പോൾ ഒരു പെരുമാറ്റത്തിലേക്ക് ലീഡ് ചെയ്യാം. ഉദാഹരണത്തിന്, കുട്ടിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി നൽകി ആ ഗിൽറ്റ് മാറ്റാൻ ശ്രമിക്കുക, പെരുമാറ്റം. അപ്പോ ഈ ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം? ആദ്യം ഓട്ടോമാറ്റിക്കായി വരുന്ന നെഗറ്റീവ് ചിന്തകളെ ഒന്ന് ചാലഞ്ച് ചെയ്യുക. ഞാനൊരു മോശം പാരന്റാണ് എന്ന് തോന്നുമ്പോൾ സ്വയം ചോദിക്കുക, ഈ ചിന്ത 100% ശരിയാണോ? ഇതെനിക്ക് ഹെൽപ്ഫുൾ ആണോ? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്? ഇതേ സിറ്റുവേഷനിലുള്ള ഒരു ഫ്രണ്ടിനോട് ഞാൻ എന്തായിരിക്കും പറയുക? എന്നിട്ട് ആ ചിന്തയെ കൂടുതൽ റിയാലിസ്റ്റിക്കായി ഒന്നാക്കി റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, എൻ്റെ കുട്ടിക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയാണ്. ജോലിയോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് കാണുന്നത് അവന് നല്ലൊരു എക്സാമ്പിളാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള സമയം കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കാൻ ഞാൻ ശ്രമിക്കും. ഇങ്ങനെ ചിന്ത മാറുമ്പോൾ ആ ഗിൽറ്റ് എന്ന ഫീലിങ്ങിനും മാറ്റം വരും. ഇത് വളരെ പ്രയോജനപ്രദമായൊരു രീതിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു. ഡിജിറ്റൽ യുഗത്തിലെ പാരന്റിംഗ് ചാലഞ്ചസ്, ഒഥോറിറ്റേറ്റീവ് പാരന്റിംഗ്, എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച്, ഡിസിപ്ലിൻ, സ്ക്രീൻ ടൈം, ടീനേജേഴ്സിന്റെ ആവശ്യങ്ങൾ, സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ്, പാരന്റൽ കൺട്രോൾസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗിൽറ്റ് കൈകാര്യം ചെയ്യൽ. ഒരുപാട് വിഷയങ്ങൾ കവർ ചെയ്തു. അതെ, തീർച്ചയായും ഒരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. പക്ഷേ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ, റിസർച്ച് ബേസ്ഡ് ഇൻസൈറ്റ്സ്, നിങ്ങൾക്കൊരു നല്ല ഗൈഡാകുമെന്ന് കരുതുന്നു. തീർച്ചയായും. ഒരവസാന ചിന്തയായി ശ്രോതാക്കൾക്ക് ആലോചിക്കാൻ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ? ഒരു കാര്യം ആലോചിക്കാം. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് ഓരോ പുതിയ വാർത്ത വരുമ്പോഴും ഓരോ പുതിയ കൺസേൺ വരുമ്പോഴും
അതിനോട് വെറുതെ റിയാക്ടിംഗ് എന്നതിലുപരി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോലുള്ള അടിസ്ഥാന തത്വങ്ങളും റീസേർച്ചും ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ മാത്രമല്ല ത്രൈവ് ചെയ്യാൻ, അതായത് നന്നായി വളരാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ എൻവയൺമെന്റ് വീട്ടിൽ എങ്ങനെ പ്രോആക്റ്റീവ്ലി, അതായത് മുൻകൂട്ടി കണ്ട് ഇന്റൻഷനലി ബോധപൂർവം നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയും. ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇന്നത്തെ ഈ വിശദമായ സംഭാഷണത്തിന് പ്രൊഫസർ ജാക്സൺ നെസ്സിക്ക് ഒരുപാട് നന്ദി. ഡിജിറ്റൽ ലോകത്ത് കുട്ടികളെ വളർത്തുന്നതിലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്തു. വാംത്ത്, സ്ട്രക്ചർ എന്നിവയുടെ പ്രാധാന്യം, എവിഡൻസ് ബേസ്ഡ് പാരന്റിംഗ് എന്ന ആശയം, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും പരിഹാരങ്ങളും, കൗമാരക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം, സോഷ്യൽ മീഡിയയുടെയും ഗെയിമുകളുടെയും സ്വാധീനം, ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തേണ്ട രീതികൾ, പാരന്റൽ കൺട്രോൾസ് പോലുള്ള ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം, പാരന്റൽ ഗിൽറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. നിങ്ങൾ നേരെ പോഡ്കാസ്റ്റ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, സ്പോട്ടിഫൈ എന്നിവയിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം, അസ്സലാമു ഇതൊരു AI ജനറേറ്റ് ചെയ്ത പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പങ്കുവച്ച വിവരങ്ങൾ പിന്തുടരുന്നതിനു മുൻപ് ദയവായി വസ്തുതകൾ ഉറപ്പുവരുത്തുക.